മേക്കപ്പ് മാൻ പാണ്ഡ്യനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം അകത്ത് കയറിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സിനിമയിലെ അയ്യപ്പൻ നായരായി സത്യൻ്റെ മുന്നിലേക്ക് ഭരത് ഗോപി നടന്നു വന്നു. പേരാറ്റിപ്പട വീട്ടിലെ അംഗമായതിൻ്റെ വീറാണ് ഈ മീശ. ഗോപിച്ചേട്ടൻ പറയാണ്, പേരാറ്റിപ്പട വീട്ടെന്ന് പറഞ്ഞാൽ അവർ കൊലയുമുള്ള തറവാടാണ്, അതിൻ്റെ അഹങ്കാരമായിട്ട് വച്ചിരിക്കുന്നതാണ് ഈ മീശ എന്ന് പറഞ്ഞിട്ട് ആ മീശ ഒന്ന് പിരിച്ചു വെച്ചിട്ട് പറഞ്ഞു, അയ്യപ്പൻ നായർ ഒരു നല്ല ദേവീഭക്തനായിക്കോട്ടെ, അപ്പോൾ നല്ല കടും കുങ്കുമം പൊട്ട് നെറ്റിയിലിടാം. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അപ്പുണ്ണി കാണുകയാണെങ്കിൽ ആലോചിച്ചോളൂ, അതിൽ ആദ്യത്തെ പടം തുടങ്ങുന്ന ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് ഭരത് ഗോപി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പൊട്ടിടുന്നതാണ്, കുങ്കുമം ഇടുന്നതാണ്. ഭരത് ഗോപി ഉണ്ടാക്കിയ സ്കെച്ച് ചെയ്ത രൂപമാണ്. അപ്പോൾ നെറ്റി കുങ്കുമം പൊട്ടിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. മേലനങ്ങാതെ നടക്കുന്നവനായതുകൊണ്ട് തലയിലുള്ള മുടിയെ ഇങ്ങനെ കഷണ്ടി മറയ്ക്കുന്ന രീതിയിലൊക്കെ കോതി വയ്ക്കാം. കാരണം അത് അലസന്മാരുടെ ഒരു ലക്ഷണമാണ്. മുടിയില്ല എന്ന് കാണിക്കാതെ ഈ മുടിയൊക്കെ ഇങ്ങനെ കോതി വെച്ച് കുങ്കുമം പൊട്ടിട്ട് മീശ പിരിച്ചു വെച്ച് അയ്യപ്പൻ നായർ ചായക്കട നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്ന് സത്യേട്ടനോട് ചോദിച്ചു. സത്യേട്ടന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വിചാരിച്ചതിൽ നല്ല രൂപപ്പൊരുത്തം. അപ്പോൾ ഗോപിയെ അഹങ്കാരി എന്ന് തെറ്റിദ്ധരിക്കുന്നവർ മുഖം മൂടിയില്ലാത്ത ആ മനുഷ്യൻ്റെ മനസ്സ് കാണാത്തവരാണ് എന്നാണ് അപ്പുണ്ണിക്ക് ശേഷം സത്യേട്ടൻ പറയാറ്. മരിക്കും വരെ ഭരത് ഗോപിയെക്കുറിച്ച് സത്യനന്ദിക്കാടിന് ഈ അഭിപ്രായം മാറ്റേണ്ടി വന്നിട്ടേയില്ല. അഹങ്കാരിയായിരിക്കുമെന്നും ആദ്യ ദിവസം സെറ്റിൽ വന്ന് കുഴപ്പം കാണിച്ചപ്പോൾ ഒക്കെ തെറ്റിദ്ധരിച്ച മനുഷ്യൻ ഭരത് ഗോപി മരിക്കുന്നതുവരെ നല്ല സൗഹൃദം സൂക്ഷിച്ചു സത്യേട്ടനുമായിട്ട്. എനിക്ക് ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂടിൽ ചെയ്തു വെച്ച വേഷത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് സംവിധായകൻ സാറേ, മീശ എടുത്താൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭരത് ഗോപി പറയുന്നത് എനിക്ക് മീശ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പറയും. മനസ്സിൽ എന്ത് തോന്നുന്നു അത് മറയില്ലാതെ പറയുന്നതിൽ അസുഖക്കാരനായപ്പോഴോ തിരിച്ച് വീണ്ടും സിനിമയിലെത്തിയപ്പോഴോ ആ സ്വഭാവം മാറ്റിയതേയില്ല ഭരത് ഗോപി എന്നുള്ളതാണ് സത്യം. കാരണം ഒരു വീഴ്ചയൊക്കെ സംഭവിച്ചാൽ അസുഖബാധിതനായി ഒരു വശമൊക്കെ തളർന്നു പോയാലെങ്കിലും സ്വഭാവം മാറേണ്ടതാണ്. പക്ഷേ പഴയ ഭരത് ഗോപി, നിങ്ങൾ പരിചയപ്പെട്ട ഭരത് ഗോപി എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആയിരുന്നു മരിക്കുന്നത് വരെ. തല്ലിപ്പൊളി സിനിമയിൽ അതിനേക്കാൾ തല്ലിപ്പൊളി വേഷം ചെയ്യാൻ പറയുന്ന കാശ് തരാമെന്ന് ഗർവിൽ പറയുന്നവരോട് അവരെത്ര വമ്പന്മാരായാലും നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു ഭരത് ഗോപി മുഖത്ത് നോക്കി പറഞ്ഞിരുന്നത്. തൽക്കാലം ഡേറ്റില്ല എന്ന് പറയാം. ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ, ഇപ്പോൾ ഒരു എന്താ പറയുക, ശശികുമാർ സാർ വിളിച്ചിട്ടൊരു പടമുണ്ട് എന്ന് പറഞ്ഞാൽ, അയ്യോ സാറേ എനിക്ക് വേറെ ആ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റ് ഞാൻ വേറെ കൊടുത്തിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയില്ല. അതുപോലെ തന്നെ വാങ്ങിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു 5 ഇരട്ടി കയറ്റി പറയാം, അയ്യോ മമ്മൂട്ടി വാങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒഴിവായി പോകുമല്ലോ. പക്ഷേ അതും പുള്ളി പറയില്ല. പുള്ളി ആകെ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, ഇതേ പറയും. അങ്ങനെ ഒരുപാട് ശത്രുക്കളെ ഗോപിച്ചേട്ടൻ ഉണ്ടാക്കിയിരുന്നു. അടുത്തടുത്ത് എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അടുത്ത് സത്യേട്ടൻ ചെയ്യുന്നത്. അതിലൊരു പള്ളിയിലച്ഛൻ്റെ വേഷമുണ്ട്, ഫാദർ അഗസ്റ്റിൻ. റഹ്മാനാണ് നായക വേഷം ചെയ്യുന്നത്. പിന്നെ ഉള്ള മുഖ്യ വേഷങ്ങൾ ചെയ്യുന്ന രണ്ടുപേരെന്ന് പറയുന്നത് തിലകൻ ചേട്ടനും കരമന ജനാർദ്ദനൻ നായരുമാണ്. അച്ചടി ഭാഷയിൽ ചതുര വടിവിൽ സംസാരിക്കുന്ന വേഷമാണ് ഈ ഫാദർ അഗസ്റ്റിൻ്റേത്. ഭരത് ഗോപി ചെയ്താൽ നന്നാവുമെന്ന് സത്യേട്ടന് തോന്നി. പക്ഷേ കഥയുമായിട്ട് വലിയ പ്രാധാന്യമുള്ളൊരു വേഷമല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു 3-4 സീനേ ഉള്ളൂ. അപ്പുണ്ണി നിർമ്മിച്ച രാമേന്ദ്രൻ തന്നെയാണ് അടുത്തടുത്തും നിർമ്മിക്കുന്നത്. സത്യനും ഞാനും ആവശ്യപ്പെട്ടാൽ ഗോപി വരുമെന്ന് ജോൺ പോൾ പറഞ്ഞു. ജോൺ പോളാണ് തിരക്കഥ എഴുതുന്നത്. അപ്പോൾ നിർമ്മാതാവ് രാമേന്ദ്രൻ വിളിച്ചു. കഥ എന്താണെന്നോ കഥാപാത്രം എന്താണെന്നോ ഒന്നും ചോദിക്കാതെ വന്ന് ഭരത് ഗോപി അഭിനയിച്ചിട്ട് പോയി. രാമചന്ദ്രൻ കൊടുത്ത പ്രതിഫലം പോലും അദ്ദേഹം വാങ്ങിച്ചില്ല എന്നാണ് സത്യേട്ടൻ പറയുന്നത്. അത് വേണ്ട, ചെറിയ സീനല്ലേ, ചെറിയ വേഷമല്ലേ, വേണ്ട എന്നൊന്നും വാങ്ങിച്ചില്ല എന്ന്. ഗോപി അഭിനയിച്ചതുകൊണ്ട് മാത്രം ശ്രദ്ധേയമായി ആ ഫാദർ അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തിലെ ആ വേഷമെന്നാണ് സത്യേട്ടൻ പറയുന്നത്. ഇത് ഭരത് ഗോപിയുടെ വ്യത്യസ്തമായൊരു മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവമാണ് ഇത് തെളിയിക്കുന്നത്. കാരണം കഥാപാത്രം എന്താണ്, എത്ര ദിവസം വേണം, അല്ലെങ്കിൽ എനിക്ക് എത്ര രൂപ തരുമെന്ന് ചോദിക്കാതെ നിർമ്മാതാവ് കൊടുത്ത കാശ് പോലും വാങ്ങാതെ പോയ ഈ കർക്കശക്കാരനെന്നൊക്കെ നമ്മൾ പറയുന്ന ഭരത് ഗോപിയുടെ മറ്റൊരു മുഖമായിരുന്നത്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മുന്നിൽ നിബന്ധനകളില്ലാത്ത
ഒരു നിബന്ധനയും വയ്ക്കാത്ത നിഷ്കളങ്കതയുടെ മുഖം എന്നാണ് സത്യനന്ദിക്കാട് ഭരത് ഗോപിക്ക് ചാർത്തുന്ന എന്താ പറയുക പദവി. ഗോവിന്ദ് നിഹലാനിയുടെ അഹാത്ത് എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിൽ ഓംപുരിയും നസീറുദ്ദീൻ ഷായും അഭിനയിച്ച ആ സിനിമയിൽ അമരീഷ് പുരിയൊക്കെ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു വേഷം ഭരത് ഗോപി ചെയ്തിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ക്യാമറാമാന് ലൈറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മുഖമാണ് ഭരത് ഗോപിയുടെ എന്നാണ് അക്കാലത്ത് ഗോവിന്ദ് നിഹലാനി ഏത് ഇൻ്റർവ്യൂവിലും പറയുന്ന ഇതായിരുന്നു. ഗോപിയെ വെച്ച് ലൈറ്റപ്പ് ചെയ്യാൻ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമ എടുക്കുകയാണ്. ആ സിനിമയിൽ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറാവുന്നത് റഹ്മാനാണ്. ഗായത്രി ദേവി എന്ന് പറഞ്ഞ വേഷം ചെയ്യുന്നത് സീമ. അപ്പോൾ മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ വേഷം ഭരത് ഗോപിയാണ് ചെയ്യുന്നത്. സോമനും രോഹിണിയും അശോകനും ഒക്കെ ഉണ്ട് മറ്റ് വേഷങ്ങൾക്ക്. മഹാദേവൻ തമ്പിക്ക് 3 കാലഘട്ടമുണ്ട്, അതിൽ 3 ഗെറ്റപ്പുണ്ട്. ചെറുപ്പക്കാരനായ തമ്പി, കൗമാരക്കാരനായ അപ്പുവിൻ്റെ അച്ഛനായ ഘട്ടം, അപ്പു വളർന്ന് വലുതായപ്പോൾ വൃദ്ധനായ തമ്പി. തിരക്കഥ വായിച്ച് കേട്ട മൊത്തം വായിച്ച് കേട്ടിട്ട് ഈ 3 വേഷപ്പകർച്ച എങ്ങനെ ചെയ്യാം എന്നാലോചിച്ചു. അപ്പോൾ ഗോവിന്ദ് നിഹലാനിയുടെ സിനിമയ്ക്ക് വേണ്ടി ബോംബെയിൽ വർക്ക് ചെയ്തപ്പോൾ ആ പരിചയത്തിൽ ബോംബെയിൽ ബിഗ് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെട്ടു. അവിടെ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിഗ് ബോംബെയിൽ ഭരത് ഗോപി ബുക്ക് ചെയ്തു. അതും സ്വന്തം ചെലവിൽ, അല്ലാതെ പ്രൊഡ്യൂസറുടെ പൈസ വാങ്ങിച്ചിട്ടല്ല. സത്യൻ്റെ രേവതിക്ക് ഒരു പാവക്കുട്ടി എന്ന് പറഞ്ഞ ആ സിനിമയിലും ഈ പറയുന്ന ഗായത്രി ദേവി എൻ്റെ അമ്മയിൽ വെച്ച വിഗ് വെച്ച് തന്നെ അദ്ദേഹം അഭിനയിച്ചു. ഗോപിയുടെ ഒരു ഡേറ്റ് ചോദിച്ചൊരു സംവിധായകൻ ചെന്നു. താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടു. അയാൾ പിന്നീട് കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞു, ഗോപിയെ വെച്ച് സിനിമ എടുക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് വായിച്ച ഭരത് ഗോപി പറഞ്ഞത്, അപ്പോൾ ഗതികേട് വന്നാൽ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ വേണം എന്നർത്ഥം എന്നാണ് പറഞ്ഞത്. അല്ലാതെ പുള്ളി അതിനെ അവൻ പറഞ്ഞതിന് ഇങ്ങനെ അവൻ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു ഗതികേട് വരുമ്പോൾ ഭരത് ഗോപിയുടെ ഡേറ്റ് കിട്ടിയാലേ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐസ്ക്രീം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഭരത് ഗോപിക്ക് സ്ട്രോക്ക് വന്ന് വീണത്. രേവതിക്കുട്ടിക്കൊരു പാവക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ടായിരുന്നു ഐസ്ക്രീം. അങ്ങനെ അതിൽ കുഴഞ്ഞു വീണ് ഗോപിച്ചേട്ടൻ ആശുപത്രി കിടക്കുന്ന വിവരം അറിഞ്ഞിട്ട് സത്യനന്ദിക്കാട് കാണാൻ ആശുപത്രി ചെന്നു. ഒരു കുട്ടിയെ പോലെ തളർന്നു കിടക്കുന്ന ഭരത് ഗോപിയെ സത്യനന്ദിക്കാട് നോക്കി നിന്നു. മുഖം അല്പം കോണിയിട്ടുണ്ട്. ചെറുതായി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, സത്യ കണ്ടോ, ഞാനും ഒരു പാവക്കുട്ടിയെ പോലെയായി. രേവതിക്ക് ഒരു പാവക്കുട്ടിയിൽ അഭിനയിച്ചിട്ടാണല്ലോ പോയത്. അത് വെച്ച് പറയുകയാണ്, സത്യ ഞാനും ഒരു പാവക്കുട്ടിയെ പോലെയായി. സത്യനന്ദിക്കാടിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഭരത് ഗോപി കാണാതിരിക്കാൻ നന്നായി പണിപ്പെട്ടു സത്യേട്ടൻ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. ആർക്കായാലും കണ്ണ് നിറഞ്ഞു പോകും ഇല്ലേ? ക്യാമറയുടെ മുന്നിൽ അസാമാന്യമായി പ്രകടനം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ ഒരു വശം തളർന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിലും തോൽക്കാത്ത മനസ്സിൻ്റെ ശക്തി അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഒരു നാൾ തലസ്ഥാനത്ത് വന്നപ്പോൾ സത്യേട്ടൻ ഭരത് ഗോപി കാണാൻ ഈ പറഞ്ഞ കരമനയുള്ള വീട്ടിൽ ചെന്നു. വാതിൽ തുറന്നത് ഗോപിച്ചേട്ടൻ തന്നെ. ആര് ചെന്നാലും വാതിൽ തുറക്കുന്ന ഗോപിച്ചേട്ടൻ തന്നെ. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വിളിച്ചിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാര്യം പറയണം, കുറച്ചു നേരം സംസാരിച്ചിരിക്കണം. അതായിരുന്നു സത്യേട്ടൻ്റെ യാത്രയുടെ ഉദ്ദേശം. രസതന്ത്രം സിനിമ, മോഹൻലാൽ നായകനാവുന്ന രസതന്ത്രം സിനിമയുടെ തിരക്കഥ സ്വയം എഴുതുന്ന സമയത്താണ് കാണാൻ ചെന്നത്. ഉത്സാഹത്തോടെ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. സത്യേട്ടൻ പോകാനിറങ്ങുമ്പോൾ ഭരത് ഗോപി പറഞ്ഞു, അഭിനയിച്ച് കൊതു തീർന്നിട്ടില്ല ഇതുവരെയും സത്യൻ. അഭിനയത്തിന് അർത്ഥവിരാമമിട്ട വിധിയെ വകവയ്ക്കാതെയുള്ള വർത്തമാനമായിരുന്നു ആ പറഞ്ഞതെന്നാണ് സത്യേട്ടൻ പറയുന്നത്. അഭിനയിച്ച് കൊതു തീർന്നിട്ടില്ല കേട്ടോ സത്യൻ എന്നാണ് പറഞ്ഞത്. ആ വാക്കുകൾ സത്യേട്ടൻ്റെ മനസ്സിൽ കുടക്കി കിടന്നു. രസതന്ത്രം രൂപപ്പെട്ടപ്പോൾ ആ ശരിപ്പണി ചെയ്ത് ജീവിക്കുന്ന പ്രേമചന്ദ്രൻ്റെ അച്ഛൻ ബാലൻ മാഷായിട്ട് ഭരത് ഗോപിയെ മനസ്സിൽ ചിന്തിച്ചു സത്യേട്ടൻ. വരുന്നോ ബാലൻ മാഷാകാൻ എന്ന് ചോദിച്ച് തീരുന്നതിന് മുമ്പ് രണ്ടാമതൊരു വാചകം പറയേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ലൊക്കേഷനിലെത്തി. അതിൽ ഇളയരാജ സംഗീതം കൊടുത്ത മനോഹരമായൊരു പാട്ടുണ്ട്. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ എന്ന് പറഞ്ഞൊരു പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇളയരാജ സംഗീതം നൽകിയ പാട്ടായിരുന്നു. യേശുദാസാണ് പാടിയത്.
ആ പാട്ട് ചിത്രീകരിക്കുമ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ, ദേശീയ അവാർഡ് കിട്ടിയ മോഹൻലാലിനെയും മീര ജാസ്മിനെയും ഒപ്പം അവരേക്കാൾ മികച്ച നടൻ്റെ അവാർഡ് അതിന് മുമ്പ് വാങ്ങിയ എന്താ പറയുക ഭരത് ഗോപിയെ കൂടി ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം മോഹൻലാലും മീര ജാസ്മിനും ഭരത് ഗോപി അഭിനയിച്ച ഒരു പടമല്ലേ ഉള്ളൂ. ആ സന്തോഷമായിരുന്നു സത്യേട്ടന്. ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കൾക്കുള്ള അവാർഡുകൾ വാങ്ങിയ 3 പ്രതിഭകൾ ഇതേപോലെ മറ്റൊരു സിനിമയുടെയും ഫ്രെയിമിൽ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സത്യേട്ടന് അഭിമാനിക്കാം. മറ്റൊരു കഥ, ഭരത് ഗോപി മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് ഉത്സവം പിറ്റേന്ന് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകും. അതിൻ്റെ എന്താ പറയുക ചർച്ചകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കോയമ്പത്തൂരിലാണ് നടക്കുന്നത്. ജോൺ പോൾ കോയമ്പത്തൂർ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഭരത് ഗോപിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന കാലം, ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടക്കുന്ന കാലമായതുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ ആയുർവേദ ആശുപത്രിയിലാണ് ഈ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ജോൺ പോളിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരു നാൾ കല്ലു ഡെന്നീസ് കാറുമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഗോപിക്ക് പക്ഷാഘാതം വന്നതിനാൽ കോയമ്പത്തൂർ ആര്യ വൈദ്യശാലയിൽ ഒഴിച്ചിലിനായി അദ്ദേഹം ഉള്ളതിനാലാണ് ജോൺ പോൾ അവിടെ ഉള്ളത്. അതറിഞ്ഞിട്ടാണ് കല്ലു ഡെന്നീസ് ചെന്നത്. അസുഖബാധിതനായ ഗോപിയെ കണ്ടപ്പോൾ കല്ലൂരാൻ വല്ലാതായി. ഗോപിയുടെ ശാരീരിക അവസ്ഥ കണ്ടപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് നിമിഷ നേരം കൊണ്ട് കല്ലു ഡെന്നീസ് ഇങ്ങനെ ചിന്തിച്ചു. എങ്ങനെ നടന്ന മനുഷ്യൻ. കല്ലൂരിനെ കണ്ട മാത്രയിൽ ആ ഡെന്നീസ്, താങ്കൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ജോൺ പറഞ്ഞു. ഞാൻ കാരണം നിങ്ങളുടെ ജോലിക്ക് തടസ്സമുണ്ടായി അല്ലേ? 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിസ്കഷൻ തീരും. പിന്നെ ജോണിനെ മുഴുവൻ സമയവും ഡെന്നീസിന് ഉപയോഗിക്കാം. 1985 അവസാനമോ 86 ആദ്യമോ ആവണം ക്ഷമിച്ചു എന്നൊരു വാക്ക് ജോലികളുമായിട്ട് കല്ലു ഡെന്നീസ് മദ്രാസിലെ ബാംഗ്ലൂർ ഹോട്ടലിൽ താമസിക്കുന്ന കാലം. അദ്ദേഹം അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ആലോചിച്ചതാണ്. ക്ഷമിച്ചു എന്നൊരു വാക്ക് വലിയ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. ഒരു വൈകുന്നേരം ബാംഗ്ലൂരിൽ എഴുതിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്ന കല്ലൂരാനെ ജോൺ പോൾ വിളിച്ചു. നീ വുഡ്ലാൻഡ്സ് ഹോട്ടൽ വരെ വാ, ഞാനും ഭരതനും ഒക്കെ ഇവിടെയുണ്ട്. ഭരതൻ നിന്നെ പ്രത്യേകം അന്വേഷിക്കുകയും ചെയ്തു. അപ്പം ഭരതനുമായിട്ടും നല്ല ബന്ധമാണ് കല്ലു ഡെന്നീസിന്. കല്ലു ഡെന്നീസിന് എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. അതുകൊണ്ട് നീ ഒന്നിങ്ങ് വുഡ്ലാൻഡ്സിലേക്ക് വാ എന്ന് പറഞ്ഞു. കല്ലൂരാൻ ഒരു ആട്ടോ വിളിച്ച് നേരെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നു. ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് ഭരതേട്ടൻ അപ്പോൾ പുറത്തേക്ക് പോയിരിക്കുക. പകരം ഇരിക്കുന്നത് ഭരത് ഗോപിയാണ്. പിന്നെ ഭരതൻ്റെ അസോസിയേറ്റായ ജോർജ് കിത്തുവും പിന്നെ സംവിധായകനായി മാറിയ ജോർജ് കിത്തു. ജോൺ പോള് കല്ലു ഡെന്നീസിനെ ഭരത് ഗോപിക്ക് പരിചയപ്പെടുത്തി. ഒരു കാര്യം നിസ്സാരം പറ്റി പറഞ്ഞു, ആ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഈ കമേഴ്ഷ്യൽ സിനിമാക്കാരോട് പുച്ഛമാണല്ലോ. ഗോപിയുടെ മറുപടിയിൽ ചെറിയൊരു ഒരു പുച്ഛഭാവം ഇല്ലേ എന്ന് കല്ലൂരാന് തോന്നി. വർത്തമാനത്തിനിടയിൽ ജോർജ് കിത്തു കല്ലൂർ തിരക്കഥ എഴുതിയ സൂപ്പർ ഹിറ്റുകളായ സിനിമകളുടെ കാര്യങ്ങൾ പറഞ്ഞങ്ങ് വാചാലനായി കിത്തു. ജോർജ് കിത്തു അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മമ്മൂട്ടിയും ബേബി ശാലിനിയും ഒരു ബ്രീഫ് കേസും കല്ലൂരാൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ജോഷി സാറ് 150 ദിവസം ഓടുന്ന സിനിമകൾ എടുക്കുന്ന കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ വിജയങ്ങളായ ആ രാത്രി അടക്കമുള്ള സന്ദർഭം അടക്കമുള്ള പടങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കാം ജോർജ് കിത്തു സംസാരിച്ചത്. അതങ്ങനെ ആയിരുന്നു. പക്ഷേ അതിലെ പ്രശസ്തരെയും എന്താ പറയുക വലിയ വിജയമായ സിനിമകളെക്കുറിച്ചുമൊക്കെ ജോർജ് കിത്തു വാചാലനായപ്പോൾ ഭരത് ഗോപിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആർട്ട് സിനിമ, മധ്യവർത്തി സിനിമ ഇവയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായ സിനിമകൾ. ഒന്നുകിൽ അടൂരിനെയൊക്കെ പോലുള്ളവർ എടുക്കുന്ന, അരവിന്ദനൊക്കെ എടുക്കുന്ന സിനിമകൾ, ഇല്ല എങ്കിൽ പത്മരാജനെ പോലുള്ള, ഭരതനെ പോലുള്ളവർ എടുക്കുന്ന സിനിമകൾ. അതിന് താഴേക്കുള്ള ഒരാളിൻ്റെ സിനിമ അദ്ദേഹം അംഗീകരിക്കാത്ത കാലമായിരുന്നു. ആ അനിഷ്ടം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജോർജ് കിത്തു പറയുമ്പോഴുള്ള മുഖഭാവം കാണുമ്പോൾ അറിയാമായിരുന്നു. പണമാരി പടങ്ങളൊന്നും നിലവാരമില്ലാത്ത കച്ചവട സിനിമകളാണ് എന്ന നിലപാടിൽ ഭരത് ഗോപി കയറി അങ്ങോട്ട് സംസാരിച്ചു. അതിപ്പോൾ നിങ്ങളൊരു 25 ലക്ഷം രൂപ മുടക്കി 50 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ 50 ലക്ഷം മുടക്കി 1 കോടി കിട്ടിയെന്ന് പറഞ്ഞാലൊന്നും അതൊന്നും ഒരു സിനിമയാണെന്ന് ഞാൻ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ പണമാരി പടങ്ങളെ പുച്ഛത്തോടുകൂടി ഭരത് ഗോപി സംസാരിച്ചു. കലയെ വളർത്താൻ വേണ്ടി ഇവിടെ ആരെങ്കിലും സിനിമ എടുക്കുന്നുണ്ടോ എന്നായി കല്ലൂർ.
നിങ്ങളെ വെച്ചെടുക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ എടുക്കുന്നതും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഭരതനും മോഹനും പത്മരാജനും ഒക്കെ എടുക്കുന്നതും പൈസയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ കലയെ ഉദ്ധരിക്കാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും സിനിമ എടുക്കുന്നുണ്ടോ? എന്നായി കല്ലു ഡെന്നീസ്. എല്ലാവരുടെയും ലക്ഷ്യം കച്ചവടമാണ്. കലാകാരന്മാർ സംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ, സാക്ഷാത്കാരത്തിന് വേണ്ടിയാണെങ്കിൽ 16mm ഷൂട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് കണ്ടാൽ പോരെ എന്നായി കല്ലൂരാൻ. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത് എന്തിനാ? ഉച്ചപ്പടമെന്ന് പറഞ്ഞു എന്നായി കല്ലൂരാൻ. കാശിന് വേണ്ടിയാണ് തിയേറ്ററിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം എന്താ പറയുക, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കല്ലൂരാൻ പറഞ്ഞു. മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചത് കൊണ്ടാണ് നിങ്ങൾ നടൻ എന്ന പേര് നേടിയത്. അല്ലാത്തവരുടെ ചിത്രങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രകടനം ഓവറാണ്. ആരെങ്കിലും പറയുമോ? ആലോചിക്ക്. ഭരത് ഗോപിയോട് പറയുകയാണ്, നിങ്ങൾ നല്ല സംവിധായകരുടെ. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫ്രെയിമിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു മണി മാറ്റി അഭിനയിക്കാൻ സമ്മതിക്കില്ല. 100 റിഹേഴ്സലിന് വേണ്ടി വന്നാലും ആ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് അങ്ങേര് പറയുന്നിടത്തല്ലേ നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഭരതനെ പോലെ, പത്മരാജനെ പോലെ, മോഹനെ പോലെ നല്ല സംവിധായകരുടെ സിനിമകളിലേക്ക് അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല പേര് കിട്ടിയത്. അങ്ങനെയുള്ള സംവിധായകരുടെ അല്ലാത്ത ഏതെല്ലാം സിനിമകൾ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ അതെല്ലാം ഓവറായിരുന്നു എന്നായി കല്ലൂരാൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, കല്ലൂരിൽ നിന്നും ഇത്രയും ഹാർഷായ ഷാർപ്പായ പ്രതികരണം, ഇതൊന്നും ജോൺ പോളോ കിത്തയോ പ്രതീക്ഷിച്ചതേ അല്ല. വളരെ ശാന്തപ്രകൃതക്കാരനാണ് കല്ലു ഡെന്നീസ്. അദ്ദേഹം ഭരത് ഗോപിയോട് ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കുമെന്ന് ജോൺ പോളും ചിന്തിച്ചില്ല, ജോർജ് കിത്തും ചിന്തിച്ചില്ല. കല്ലൂരിൽ കൗണ്ടറായി ഗോപിയും എന്തൊക്കെ പറഞ്ഞു. കല്ലൂർ പറഞ്ഞതിനുള്ള കൗണ്ടർ ഗോപിയും പറഞ്ഞു. ഇരുവരുടെയും ഉടക്ക് വഷളാകും എന്ന് ഉറപ്പായപ്പോൾ ജോൺ പോള് ഗോപിയെ വിളിച്ച് ഹോട്ടലിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുപോയി. എന്തൊക്കെയോ പറഞ്ഞ് സമരസപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗോപി വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. അയാൾ പറഞ്ഞാൽ ഞാനും പറയും, ആളാരും എന്നാ ഇങ്ങനെ പറയുന്നുള്ളതായിരിക്കും. കയറി കൊരുത്തു. ഇതൊക്കെ കണ്ട് കല്ലൂരാൻ പോകാൻ തുടങ്ങിയപ്പോൾ, ഞാൻ പോകണം ജോണേ, ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് കല്ലൂരാൻ പോകാൻ ഇറ്റപ്പോൾ ജോൺ തന്നെ അതും തടഞ്ഞു. നീ ഇതെങ്ങോട്ടാ? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ അങ്ങനെ പോയാലോ എന്നായി. വളരെ മോശമായിപ്പോയി. നീ ഇങ്ങനെയൊക്കെ ഗോപിയോട് പറഞ്ഞത് വളരെ മോശമായിപ്പോയി എന്നായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ജോൺ കേട്ടതല്ലേ. അതിനൊക്കെ മറുപടി പറയാതിരുന്നാൽ പുള്ളി പറഞ്ഞത് മുഴുവൻ നമ്മൾ അംഗീകരിച്ചു എന്ന് വരും. കല്ലൂരാൻ്റെ ന്യായം അതാണ്. അയാൾ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ ഊമ്മയെ പോലെ ഇരുന്നാലേ അയാൾ പറഞ്ഞതെല്ലാം ശരിയാണെന്നാവില്ലേ? അതിനെന്നെ കിട്ടില്ല എന്നായി കല്ലൂരാൻ. ശരി 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 നീ വാ എന്ന് പറഞ്ഞ് ജോൺ പോൾ കല്ലൂരാനെ തണുപ്പിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അന്ന് മുറിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഭരത് ഗോപിയുടെ അടുത്തേക്ക് പോയി. ജോണും കിത്തോയും തന്ത്രപൂർവ്വം പരിഹാരം കണ്ടു. നമ്മൾ 4 സംഘം മെറീന ബീച്ചിലേക്ക് പോകുന്നു. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാണ്, മനസ്സ് തണുപ്പിക്കുക. ഇനി ഇവിടെ ഇരിക്കേണ്ട, നമുക്ക് മെറീന ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ അവിടെ പോയി മെറീന ബീച്ചിൽ ചിലവിട്ട ശേഷമാണ് ആ പിണക്കം മാറ്റി 4 വഴിക്ക് പിരിഞ്ഞത്. പിന്നെ കല്ലൂരാൻ ഗോപിയെ കാണുന്നത് അദ്ദേഹം മരിക്കുന്നതിന് 3-4 വർഷം മുമ്പാണ്. തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു. കൈരളി തിയേറ്ററിൽ വെച്ച് ഭരത് ഗോപിയും കല്ലു ഡെന്നീസും മുഖാമുഖം കണ്ടു. അതിനിടയിൽ ആ വഴക്ക് കൂടിയതിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള തുല്യ ദുഃഖിതരായിരുന്നു 2 പേരും. കാരണം ഒരു വശം തളർന്നു പോയ ഭരത് ഗോപിയും ഒരു കാല് മുറിച്ച കല്ലു ഡെന്നീസും, 2 പേർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്ട്രോക്ക് വന്ന കാരണം ഇരുവശം തളർന്നു പോയ ആളാണല്ലോ ഭരത് ഗോപി. പ്രമേഹം കാരണം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കാല് മുറിച്ച കല്ലു ഡെന്നീസിനെ കാണാൻ പോയ രംഗം ഞാൻ പറയാം. ഞാൻ പോയി കണ്ടു അദ്ദേഹത്തെ. അപ്പോൾ അങ്ങനെ തുല്യ ദുഃഖിതരായ 2 പേരും മുഖാമുഖം നോക്കി നിന്നു. തിയേറ്ററിൽ കിടക്കാനുള്ള കാത്തുനിൽപ്പിൽ നിൽക്കുകയാണ്. കാരണം മറ്റേ പടം വിട്ടാലേ അകത്തേക്ക് കയറ്റുള്ളൂ. മോഹൻലാലിന് പറ്റിയൊരു ഫാമിലി സബ്ജക്റ്റ് എൻ്റെ കൈവശമുണ്ട്. ഡെന്നീസ് അതിൻ്റെ ഒരു തിരക്കഥ എഴുതിത്തരണം എന്നായി ഭരത് ഗോപി. കമേഴ്ഷ്യൽ സിനിമകളെ പുച്ഛിച്ച മനുഷ്യനാണ്. പക്ഷേ കാലം അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റം വരുത്തി. അദ്ദേഹം പറഞ്ഞു, മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യണം, അതിൻ്റെ കഥ എൻ്റെ കയ്യിലുണ്ട്, ഡെന്നീസ് അതിൻ്റെ തിരക്കഥ എഴുതിത്തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല ലാലിൻ്റെ സിനിമകൾക്ക് ഡെന്നീസ് തിരക്കഥ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. കാരണം എല്ലാവർക്കും അറിയാവുന്ന മമ്മൂട്ടിയുടെ സിനിമകളിൽ കല്ലു ഡെന്നീസും ജോഷിയും എന്നല്ലേ കേട്ടിട്ടുള്ളൂ. ലാലിൻ്റെ സിനിമകൾക്ക് എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കല്ലു ഡെന്നീസ് പറഞ്ഞു, ലാലിന് വേണ്ടി ഞാൻ 4-5 സിനിമകൾ എഴുതിയിട്ടുണ്ട്. ഒപ്പത്തിനൊപ്പം, ഇവിടെ എല്ലാവർക്കും സുഖം, ഒന്നാണ് നമ്മൾ, ജനുവരി ഒരു ഓർമ്മ. ജനുവരി ഓർമ്മയൊക്കെ സൂപ്പർ ഹിറ്റല്ലേ. എൻ്റേത് മാത്രം, ഇത്രയും സിനിമ ഞാൻ ലാലിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞാൻ കൂടുതലും എഴുതിയിട്ടുള്ളത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ്. അപ്പോഴേക്കും തിയേറ്ററിലേക്ക് കയറാനുള്ള വാതിൽ തുറന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഡെന്നീസ്. കഥ നമുക്കൊന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം, ഞാൻ വിളിക്കാം. ഇരുവരും പതുക്കെ നടന്ന് തിയേറ്ററിനകത്തേക്ക് കയറി. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്
ജീവിതത്തിൻ്റെ സഞ്ചാര വഴികളിൽ നിന്നും മരണം ഭരത് ഗോപിയെ പിന്തുടർന്നു വിളിച്ചുകൊണ്ട് പോയി എന്നാണ് കല്ലു ഡെന്നീസ് പറയാറ്. ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്. അഭിനയിക്കുന്നതിൽ ഭരത് ഗോപിയുണ്ട്. അപ്പോൾ തങ്ങളാണ് സിനിമയെ താങ്ങി നിർത്തുന്ന, ഈ ഉത്തരം കാക്കുന്നത് ഗൗളിയാണെന്ന് പറയുന്ന പോലെ തങ്ങളാണ് സിനിമയെ താങ്ങി നിർത്തുന്നവരെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രശസ്തമായ സിനിമാ വാരികയുടെ ലേഖകൻ സെറ്റിലെത്തി. ഗോപിയുടെ മുന്നിലെത്തിയ ലേഖകൻ ആ ആഴ്ചത്തെ തങ്ങളുടെ സിനിമാ വാരിക എടുത്ത് ഗോപിക്ക് നീട്ടി. അദ്ദേഹം അത് വാങ്ങിയിട്ട് അതുപോലെ തന്നെ മടക്കി കൊടുത്തു. നീട്ടിയപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഞാനിതൊന്നും വായിക്കാറില്ല. അതായത് സിനിമാ വാരികളൊന്നും വായിക്കാറില്ല. ചെവിക്കലിന് അടിയേറ്റതുപോലെ ലേഖകൻ ചോദിച്ചു, എന്തുകൊണ്ട്? അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് വായിക്കാത്തത് എന്ന് ചോദിച്ചു. എനിക്കിഷ്ടമല്ല, അത് തന്നെ. പിന്നീട് വർഷങ്ങളോളം ആ വാരികയും ഈ ലേഖകനും ഒരുപാട് ലക്കങ്ങളിൽ ഭരത് ഗോപിയെ പറ്റി മോശക്കാരനായി ചിത്രീകരിക്കുന്ന ഒരുപാട് ഗോസിപ്പുകൾ എഴുതി. അഹങ്കാരിയാണ്, AC മുറിക്കായി വാശി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്, അർദ്ധരാത്രി 555 സിഗരറ്റ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു, ഇല്ലേ നാളെ വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ഷൻ എക്സിക്യൂട്ടീവിനെ ശകാരിച്ചു. അങ്ങനെ തുടരെ ഭരത് ഗോപിയെക്കുറിച്ച് ഈ സിനിമ വാരിക വാങ്ങി വായിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ഈ ചവറ ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വർഷങ്ങളോളം ഗോസിപ്പ് എഴുതി. പക്ഷേ എഴുതി മതിയായപ്പോൾ അവർ തന്നെ ആ എഴുത്തങ്ങ് നിർത്തി. കാരണം നിഴലിനോട് യുദ്ധം ചെയ്യുന്നവർ ഒറ്റയ്ക്ക് പൊരുതി തോൽക്കേണ്ടി വരും എന്നുള്ളൊരു നയക്കാരനായിരുന്നു ഭരത് ഗോപി. ഇനി പറയുന്നതാണ് ബഹുരസം. ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയും കൂടെ ചേർന്ന് മോഹൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ നിർമ്മിക്കുകയാണ്. സിനിമ നിങ്ങൾക്കറിയാം, വലിയ സൂപ്പർ ഹിറ്റായ വിട പറയും മുമ്പേ. നെടുപടി വേണു എന്ന് പറഞ്ഞ നടനെ എന്താ പറയുക, മലയാള സിനിമയുടെ ഏറ്റവും തിരക്കുള്ള താരമാക്കി മാറ്റിയ സിനിമയായിരുന്നു വിട പറയും മുമ്പേ. അപ്പോൾ അതിൽ പ്രേം നസീറും ലക്ഷ്മിയെ അഭിനയിക്കുന്നുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ആ പടത്തിലെ പ്രധാന വേഷക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നെടുമുടി ചെയ്യുന്ന സേവ്യറുടെ ജോലി സ്ഥലത്തെ തലവനായ മാധവൻകുട്ടി എന്ന ക്യാരക്ടറാണ് പ്രേം നസീർ ചെയ്യുന്നത്. മോഹൻ്റെ ഒരു സിനിമയിലെ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നായകനെ നസീർ സാറിനെ എടാ പോടാ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കഥാപാത്രമുണ്ട്, ഡോക്ടർ തോമസ്. ആ വേഷം ചെയ്യാനായി KP ഉമ്മർ, ജോസ് പ്രകാശ് ഇവരിൽ ആരെങ്കിലുമൊക്കെ വയ്ക്കാമെന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഇവരല്ലാതെ ഒരു പുതിയ മുഖത്തെ കിട്ടിയാൽ നന്നായിരുന്നു എന്നായി സംവിധായകൻ മോഹൻ്റെ ആഗ്രഹം. ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് നെടുമുടി വേണുവിനോട് ചോദിച്ചു. മോഹൻ നെടുമുടി വേണുവിൻ്റെ ഒരുപാട് സിനിമകൾ ചെയ്ത ആളല്ലേ. നമുക്ക് ജോസ് പ്രകാശോ ഉമ്മറിനെ പോലെ അല്ലാത്ത, സ്ഥിരം കാണുന്ന മുഖങ്ങളല്ലാത്ത വ്യത്യസ്തമായ ഒരു മുഖമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നെടുമുടിയോട് ചോദിച്ചു. നെടുമുടി പറഞ്ഞു, ആളുണ്ട്, കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതാര്? ഭരത് ഗോപി. അതുവരെ ഭരത് ഗോപി മദ്രാസിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ സ്വയംവരം, കൊടിയേറ്റം, പെരുവഴി അമ്പലം, കള്ളം പൗത്രൻ മുതലായ സിനിമകളെല്ലാം തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അതിലൊക്കെയാണ് ഭരത് ഗോപി അഭിനയിച്ചിട്ടുള്ളത്. പുള്ളിയെ വിളിച്ചാൽ വരുമോ എന്നായി മോഹൻ, സംവിധായകൻ മോഹൻ. അപ്പോൾ നെടുമുടി പറഞ്ഞു, വിളിച്ചു നോക്കാം. അപ്പോൾ നെടുമുടിയായിട്ട് നല്ല ബന്ധം, ആത്മബന്ധം. മോഹൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കേരളത്തിലേക്ക്, മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് ഭരത് ഗോപിയെ വിളിച്ചു. അപ്പോൾ ആരൊക്കെയാണ് വേണു ബാക്കി അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനുണ്ട്. നീയുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആരാ? പിന്നെ ലക്ഷ്മിയുണ്ട്, പ്രേം നസീറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ എന്തിനാണ് വിളിക്കണേ എന്നായി. പ്രേം നസീർ നേട്ടപ്പോൾ പുള്ളിക്ക് ചുരുക്ക് കൂടി. കാരണം ഈ കമേഴ്ഷ്യൽ സിനിമയുടെ നടനല്ലേ. അങ്ങേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ വിളിക്കണേ എന്നായി. അങ്ങനെ അല്ല ഗോപിച്ചേട്ടാ, നമുക്ക് ചെയ്യാനുള്ള പലതും ഇതിലുണ്ട്. അപ്പോൾ തന്നെ ഭരത് ഗോപി പത്മരാജനെ വിളിച്ചു. അതുപോലെ തന്നെ പലരെയും വിളിച്ചു. ഈ പ്രേം നസീർ അഭിനയിക്കുന്നൊരു സിനിമയാണ്, നെടുമുടി വേണുവാണ് പ്രധാന വേഷം. അത് എന്നെ ഇങ്ങനെ സംവിധായകൻ മോഹൻ വിളിച്ചു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ, മോഹൻ നല്ല ഡയറക്ടറാണ്, നിങ്ങൾ പോയി ചെയ്യൂ എന്നായിരുന്നു പത്മരാജൻ പറഞ്ഞ മറുപടി. പത്മരാജൻ പോലും മോഹൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ. ഭരത് ഗോപി മദ്രാസിലെത്തി. ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയും ഭയഭക്തി ബഹുമാനത്തോടെ ഭരത് ഗോപിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് നിന്നു. നെടുമുടിയുടെ മുറിയിലാണ് ഗോപി വന്നിരിക്കുന്നത്. ഇന്നസെൻറ്റിനെയും കാച്ചപ്പള്ളിയും നോക്കിയിട്ട് ഗോപി പറഞ്ഞു, നിങ്ങളാണോ പ്രൊഡ്യൂസർമാർ? അതെ. ഈ പ്രേം നസീർ ഞാനും ഒരു നാട്ടുകാരാണ്, ചിറങ്കീഴ്. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ അഭിനയിക്കുന്ന വേളയിൽ
അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങേര് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. അത് നമ്മൾ വരണ്ടു പോകില്ലേ, നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്ന പടമാണ്. അതിൽ പ്രധാന വേഷം ചെയ്യുന്ന പ്രേം നസീർ അസേ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിക്കൂ, അല്ലെങ്കിൽ അസേ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്നാണ് നിർമ്മാതാക്കളുടെ പറയുന്നത്. അപ്പോൾ നെടുമുടി ഒരു ചിരി ചിരിച്ചു. എന്താണ് വേണു ചിരിച്ചത് എന്നായി ഗോപിച്ചേട്ടൻ. അങ്ങനെ പറയുന്ന ആളല്ലേ അദ്ദേഹം എന്ന് ചോദിച്ചു. അപ്പോൾ നെടുമുടി പറഞ്ഞു, തീർച്ചയായും പറയുന്ന ആളാണ്, പിന്നെ എന്തിനാ ചിരിക്കുന്നത് ചോദിച്ചു. അല്ല ഗോപിച്ചേട്ടൻ ഒന്നും പറയേണ്ടി വരത്തില്ല, അങ്ങോട്ട് നിൽക്കൂ ഇങ്ങോട്ട് നിൽക്കൂ അവിടെ നോക്കൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ പോലും ഗോപിച്ചേട്ടന് ഒരക്ഷരം പ്രേം നസീർ സാറിനോട് പറയേണ്ടി വരില്ല എന്നാണ് നെടുമുടി പറഞ്ഞത്. പിറ്റേന്നാണ് ഷൂട്ടിംഗ്. പ്രേം നസീർ കാറിൽ വന്നിറങ്ങി. അപ്പോൾ പ്രേം നസീർ വരാൻ സമയമായി എന്നിട്ടപ്പോൾ ഈ ഗോപിച്ചേട്ടൻ ചെയ്ത വേല എന്താണെന്ന് ചോദിച്ചാൽ, ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിലെ അകത്ത മുറിയിൽ ആർക്കും കയറി ചെന്ന് എത്താൻ പറ്റാത്ത ഒരു മുറി കയറി ഇങ്ങനെ ഇരിക്കുക. കാരണം നസീറിനെ വെളിയിലിരിക്കുമ്പോൾ നസീർ വന്നാൽ എണീറ്റ് നിന്ന് കൈ കൊടുക്കണ്ടേ. അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ പുള്ളി മുറിക്കകത്ത് കയറിയിരുന്നു. അത് മനഃപൂർവ്വമാണ് അദ്ദേഹം ഈ അകത്ത മുറി കയറിയിരുന്നത്. നസീർ സാർ കാറിൽ വന്നിറങ്ങി. വന്നിടം തന്നെ കുശലം എല്ലാവരും അസേ സുഖമാണോ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് നസീർ സാർ ചോദിച്ചു, അല്ല നമ്മുടെ നാട്ടുകാരൻ ഗോപി വന്നോ പറഞ്ഞു, അകത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഒരു മടിയുമില്ലാതെ പ്രേം നസീർ ഫറൂഖ് ഗോപി ഇരിക്കുന്ന മുറി അന്വേഷിച്ച് ചെന്നു, അകത്തേക്ക് കയറി ചെന്നു. ഹലോ മിസ്റ്റർ ഗോപി എന്ന് വിളിച്ചു. സുസ്മേരവതനായി അദ്ദേഹം കൈ നീട്ടി. എൻ്റെ നാട്ടുകാരനല്ലേ എന്നുള്ള രീതിയിൽ നസീർ സാർ കൈ നീട്ടി. അറിയാതെ ഫറൂഖ് ഗോപി കൈ നീട്ടിപ്പോയി. കാരണം അതാണ് പ്രേം നസീർ. അതായത് അയാൾ എന്താ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നാണ് വിവരം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചിരുന്ന ആളിൻ്റെ റൂമിൽ ചെന്നിട്ട് ഹലോ മിസ്റ്റർ ഗോപി എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ അറിയാതെ ഫറൂഖ് ഗോപിയും കൈ നീട്ടി. അപ്പോൾ നെടുമുടിയോട് ഗോപി പറഞ്ഞത്, അങ്ങേര് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ വേണു എന്നാണ് പറഞ്ഞത്. എന്തു പറഞ്ഞു അദ്ദേഹം എന്ന് നെടുമുടി ചോദിച്ചു. ആദ്യം പ്രേം നസീർ ചോദിച്ചത്, ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന് പറഞ്ഞ സിനിമ എന്തായി എന്നാണ് ചോദിച്ചത്. കാരണം ഗോപി ഞാറ്റടി എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്തു നമ്മുടെ മുരളിച്ചേട്ടനെ, നടൻ മുരളിയെ വെച്ചിട്ട്. ആദ്യമായിട്ട് മുരളി അഭിനയിക്കുന്ന ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന പടമാണ് ഞാറ്റടി. പുറത്തു വന്നില്ല, ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ചിറയൻകീഴുകാരനായ എൻ്റെ നാട്ടുകാരനായ ഭരത് ഗോപി എന്ന് പറഞ്ഞ നടനെ കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം, മിസ്റ്റർ ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന് പറഞ്ഞ സിനിമ എന്തായി എന്നായിരുന്നു. അതിൽ തന്നെ ഭരത് ഗോപി വീണുപോയി. കാരണം എൻ്റെ പടത്തിൻ്റെ പേര് വരെ പ്രേം നസീർ ഓർത്തു വച്ചിരിക്കുന്നു. അതാണ് പ്രേം നസീർ. അത് കഴിഞ്ഞിട്ട് ഗോപിയുടെ ചിറയൻകീഴിൽ ആരെല്ലാം ബന്ധുക്കളുണ്ടോ ആ ബന്ധുക്കളുടെയൊക്കെ പേര് പറഞ്ഞ് ചോദിച്ചു. ഗോപിയുടെ അമ്മാവൻ ഗോപാലൻ നായർ എന്ത് ചെയ്യുന്നു, സാവിത്രിയമ്മ സുഖമാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ബന്ധുക്കളുടെ പേരുകൾ മുഴുവൻ പറഞ്ഞ് നസീർ സാർ ചോദിക്കുകയും കൂടെ ചെയ്തപ്പോൾ ഭരത് ഗോപി വെട്ടിയിട്ട പോലെ വീണുപോയി. ശാർക്കര അമ്പലത്തിലെ കാളിയൂട്ടിനെ പറ്റി ചോദിച്ചു. ഗോപിക്ക് അറിഞ്ഞുകൂടാത്ത ചിറയൻകീഴിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം നസീർ സാർ ചോദിച്ചു. അപ്പോൾ നമ്മുടെ റസാഖ് എന്ത് ചെയ്യുന്നു, റസാഖിനെ ഗോപിക്ക് അറിയില്ല, മനസ്സിലായില്ലേ? നമ്മളെ ഐസക് എന്ത് ചെയ്യുന്നു, ഏത് ഐസക്? പക്ഷേ ചിറയൻകീഴിലുള്ള എല്ലാവരും നസീർ സാറിന് അറിയാം. മദ്രാസിലാണ് ജീവിക്കുന്നതെങ്കിലും അദ്ദേഹം ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഭരത് ഗോപി നിന്ന് ബബ്ബ ബബ്ബ എന്നായിപ്പോയി. കാരണം അറിയില്ല, ഭരത് ഗോപിക്ക് അറിയില്ല. ആ നാട്ടിൽ ജീവിക്കുന്ന ഭരത് ഗോപിക്ക് അറിയില്ല. പക്ഷേ മദ്രാസിൽ വർഷങ്ങളോളമായി ജീവിക്കുന്ന പ്രേം നസീർ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോൾ അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. നാളെ ഷൂട്ടിംഗ് ഇല്ല, എന്തോ പ്രശ്നം കൊണ്ട് നാളെ ഷൂട്ടിംഗ് ഇല്ല. നെടുമുടി വേണം ഉണർന്ന് നോക്കുമ്പോൾ കാണുന്നത് പുത്തൻ ജുബ്ബയൊക്കെ എടുത്തിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ ഭംഗിയായിട്ട് ചീകി ഒരു സൂപ്പർ താരം പോകുന്ന പോലെ മേക്കപ്പൊക്കെ ചെയ്യുന്നു ഭരത് ഗോപി. അപ്പോട്ടെ എങ്ങോട്ടാണ് അണിഞ്ഞൊരുങ്ങി രാവിലെ ഗോപിച്ചേട്ടാന്ന് ചോദിച്ചു. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം എന്ന് കേട്ടു. ആ ചെറിയ പ്രശ്നങ്ങളുണ്ട്, 4-5 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ആ സ്ഥലങ്ങൾക്ക് പേരില്ലേ എന്നായി നെടുമുടി. അല്ല, പ്രേം നസീർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് വീട്ടിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നസീർ സാർ കാറിൽ വന്നിറങ്ങുമ്പോൾ കാണാതിരിക്കാൻ വീട്ടിനകത്ത് അടച്ചിരുന്ന മനുഷ്യന് പിറ്റേ ദിവസം നസീർ സാർ ഉണ്ണാൻ വിളിച്ചതുകൊണ്ട് ഊണ് കഴിക്കാൻ പോവേണ്ട നസീർ സാറിൻ്റെ വീട്ടിൽ. നെടുമുടി വേണു അറിയാതെ ചിരിച്ചുപോയി. ശരി ശരി ചേട്ടൻ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രേം നസീർ അയച്ച കാറ് കയറി ഭരത് ഗോപി ഇങ്ങനെ പോവേണ്ട. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നെടുമുടി വേണു പറഞ്ഞു, വേണു അല്ല അവിടെ പോയി നസീർ സാറിൻ്റെ വീട്ടിൽ പോയി ഊണൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നെടുമുടി വേണുവിനോട് ഭരത് ഗോപി പറഞ്ഞു, വേണു എനിക്കൊരു തമാശ, ഒരു അക്കടി പറ്റി കേട്ടാ എന്ന് പറഞ്ഞു. എന്തു പറ്റി എന്ന് കേട്ടു. നസീർ സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഗോപിച്ചേട്ടൻ അദ്ദേഹത്തിന് അറിയാവുന്ന തമിഴ് വെച്ച് ഡ്രൈവറോട് ചോദിച്ചു, ഇങ്ങ ഇരുന്ന് എത്ര ദൂരം ഇருக்கு ചോദിച്ചു. നസീർ സാറിൻ്റെ വീട്ടിൽ പോയി ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാണ് തമിഴിൽ. ഇങ്ങ ഇരുന്ന് എത്ര ദൂരം ഇருக்கு എന്ന് കേട്ടു.
അപ്പോൾ ഒരു ചിരിയോടെ ഡ്രൈവർ പറഞ്ഞു, സാറേ മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ ചിറയൻകീഴുകാരനാണ്, നസീർ സാറിൻ്റെ ഡ്രൈവറാണ്. ശരിക്കും പറഞ്ഞാൽ ഗോപി ഫ്ലാറ്റായിപ്പോയി. കാരണം ചിറയൻകീഴുകാരെയാണ് ഡ്രൈവറായിട്ട് വെച്ചേക്കണം. ആലോചിച്ചു, അതും ഒരു മുസ്ലിമിനെ അല്ല, ആലോചിച്ച് നോക്കുക. അതാണ് നസീർ സാർ. മാനസികമായി പൊരുത്തമുള്ള ചിലരുമായി അഭിനയിക്കുന്ന സമയത്താണ് നമ്മളറിയാതെ ഒരു ഔന്നത്യം നമുക്കുണ്ടാകുമെന്ന് നെടുമുടി വേണു പറയാറുണ്ട്. കള്ളം പൗത്രനിലെ ടൈറ്റിൽ റോൾ ചെയ്തത് നെടുമുടി വേണുവാണ്. അതിലേറ്റവും നന്നായി ചെയ്തത് മാമച്ച മുതലാളി എന്ന പൊടിപ്പ് മില്ലുകാരൻ മുതലാളിയായി ഗോപി വന്നപ്പോഴാണ്. കള്ളം പൗത്രനിൽ അഭിനയിക്കാൻ അറിയാവുന്ന, കള്ളം പൗത്രൻ എന്ന് പറഞ്ഞ വേഷം അഭിനയം അറിയാവുന്ന ആർക്കും ചെയ്യാൻ പറ്റും, അത് വിജയിക്കുകയും ചെയ്യും. അതിൻ്റെ സ്ക്രിപ്റ്റും മറ്റുമൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ മാമച്ച മുതലാളി അത് അഭിനേതാവിൻ്റെ കഴിവുകൊണ്ട് മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാവുന്നൊരു കഥാപാത്രമാണ്. അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത് എന്നാണ് നെടുമുടി വേണു പറയാറ്. എനിക്ക് അഭിനയ ജീവിതത്തിലുണ്ടായ ഒരു വലിയ നഷ്ടമായിരുന്നു ഗോപിച്ചേട്ടൻ്റെ അസുഖവും വിട പറയലും എന്നാണ് മരിക്കുന്നത് വരെയും നെടുമുടി പറയാറുള്ളത്. ശരിയാണ്, നെടുമുടി വേണുവും ഭരത് ഗോപിയും ചേരുമ്പോൾ ഒരു നല്ല രസതന്ത്രം ഉണ്ടായിരുന്നു. എനിക്ക് കൂട്ട് നഷ്ടപ്പെട്ട പോലെയായി. ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്ന പോലുള്ള സ്വഭാവം ഒന്നുമില്ലാത്ത ഒരു പ്രത്യേക സ്വഭാവ വിശേഷക്കാരനായിരുന്നു ഭരത് ഗോപി. ആലോലം, മർമ്മരം, തമ്പ്, പാളങ്ങൾ, പുന്നാരം ചൊല്ലി, ചിദംബരം, രചന, നെടുമുടി വേണുവും ഭരത് ഗോപിയും ഒന്നിച്ച് ചെയ്ത പഞ്ചവടിപ്പാലം, ഇങ്ങനെ ഒരു പിടി സിനിമകൾ നമുക്ക് പറയാൻ കഴിയും. നമുക്ക് അഭിനയിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ഒരുപാട് തരത്തിൽപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം, ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം, ഒരുപാട് പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയണം. സിനിമയ്ക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശീലിക്കേണ്ടതായി ഉണ്ട്. അത്തരം ശീലങ്ങൾ ഭരത് ഗോപിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വിട പറയും മുംബൈയിൽ അഭിനയിച്ച ശേഷം ഒരിക്കൽ ഭരത് ഗോപി നെടുമുടിയോട് പറഞ്ഞു, വേണു, ഞാൻ മുൻകോപക്കാരനാണ്. എനിക്കിപ്പോൾ ദേഷ്യം വന്നാൽ ആദ്യം ഓർക്കുന്നത് പ്രേം നസീറിൻ്റെ മുഖമാണ്. അണ്ടർലൈനിട്ട് നമ്മുടെ മലയാളത്തിലുള്ള സിനിമാക്കാർ കേൾക്കേണ്ട ഒരു വാചകമാണ് ഭരത് ഗോപി പറയുന്നത്. വേണു, ഞാനൊരു മുൻകോപക്കാരനാണ്. എനിക്കിപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് പ്രേം നസീറിൻ്റെ മുഖമാണ്. അതോടെ എൻ്റെ ദേഷ്യമെല്ലാം കെട്ടടങ്ങും. അങ്ങനെ ദേഷ്യം ഒതുക്കാനുള്ള ഒരു മന്ത്രമായിട്ടാണ് ഞാൻ പ്രേം നസീറിൻ്റെ മുഖം ഓർക്കാറുള്ളത്. അതായിരുന്നു നസീർ സാർ. ഭരത് ഗോപിക്ക് പക്ഷാഘാതം ഉണ്ടായി എന്നറിഞ്ഞ പ്രേം നസീർ പല പ്രാവശ്യം ഗോപിയെ കാണാനായിട്ട് വന്നു. ഒരു പത്രക്കാരനെയും ക്യാമറയും വിളിച്ചു നിർത്തിയിട്ടില്ല. ഇപ്പോൾ ഉള്ളവന്മാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? വരുന്നു പറയുമ്പോൾ തന്നെ എല്ലാ യൂട്യൂബർമാരെയും എല്ലാ ചാനലിലും വിളിച്ചു പറയും ഒരാളെ കാണാൻ വരെയാണ്. എന്നിട്ട് അറിയാത്തല്ലോ നിങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് നിർത്തണേ. നേരെ മറിച്ച് നസീർ സാർ കരമനയുള്ള ഭരത് ഗോപിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴൊന്നും ഒരു പത്രക്കാരെയും അറിയിക്കാതെ തികച്ചും സ്വകാര്യമായാണ് ചെന്നിരുന്നത്. അടുത്തിരുന്ന് ഒരുപാട് സ്വാന്തന വാക്കുകൾ ഭരത് ഗോപിയോട് പറഞ്ഞു. സാമ്പത്തികമായും സഹായിച്ചുവെന്ന് ഗോപിച്ചേട്ടൻ തന്നെ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭരത് ഗോപി അഭിമാനത്തോടെയാണ് എന്നെ പ്രേം നസീർ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാറുള്ളത്. അതായിരുന്നു ഭരത് ഗോപി. കാരണം കളങ്കമില്ലാത്ത മനുഷ്യനായിരുന്നു ഭരത് ഗോപി. കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 12 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് 12:30 ചെന്ന് എന്നെ ചെകിട്ടത്ത് അടിക്കുന്ന പോലെ 12 മണിക്ക് വരും എന്നിട്ട് കഥവ് പിടിച്ചടക്കിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നും, നമ്മളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തെന്ന് തോന്നും. പക്ഷേ പിറ്റേ ദിവസം ചെന്നപ്പോൾ ഇന്ന് നേരത്തെ വന്നോ, വരൂ എന്ന് വിളിച്ചകത്ത് കയറ്റി. ഞാനൊരു ചായ കുടിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരാൻ എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ച് നമുക്ക് ചായ വരെ ഇട്ട് തരുന്നൊരു മനുഷ്യൻ. അതായിരുന്നു ഭരത് ഗോപി. അദ്ദേഹത്തിന് സ്ട്രോക്ക് വരാതെ അദ്ദേഹം കുറേ കാലം കൂടി നിന്നിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 50 സിനിമകൾ കൂടിയെങ്കിലും. നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. അത് നെടുമുടി വേണു ആയാലും ഭരത് ഗോപി ആയാലും തിലകൻ ചേട്ടനായാലും പോയവരെ പറ്റി അവർ കുറച്ചു കാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ആശ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഭരത് ഗോപി ചെയ്ത ഓരോ വേഷങ്ങൾ എടുത്ത് നോക്കിയാൽ ഓർമ്മയ്ക്കായിൽ കുട്ടിക്ക് പേരിടുന്ന ഊമയായ ശില്പി ചക്കി എന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ആ എക്സ്പ്രഷൻ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു, അപ്പോഴൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഗോപിച്ചേട്ടൻ കുട്ടിയുടെ പേര് വിളിക്കുന്നത് കേൾക്കുമ്പോൾ. അതുപോലെ ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ പറയാനാണെങ്കിൽ ഒരുപാട് സിനിമ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഷേക്സ്പിയർ, കൃഷ്ണപിള്ള അടക്കം ഒരുപാട് സിനിമകളുണ്ട്. അനശ്വരനായ നടന് ആത്മശാന്തി നേർന്നുകൊണ്ട് പച്ചയായ മനുഷ്യന്, സത്യനന്ദിക്കാരനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിൽ സ്വഭാവ വിശേഷങ്ങളുള്ള ഭരത് ഗോപി എന്ന് പറഞ്ഞ സാധാരണക്കാരനായ മനുഷ്യൻ, അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാളിലൂടെയാണ് ഒരു സിനിമയിലെ നായകനായി ഇന്ത്യയിലെ മികച്ച നടനായെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോലും നട്ടല് വളയ്ക്കാത്ത ഭരത് ഗോപി ചേട്ടന് ആത്മാഞ്ജലി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.